ചിലപ്പോൾ ഞാൻ അങ്ങനെയാ. എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ അങ്ങ് പോകും. അങ്ങനെ തോന്നിയിട്ട് പോയതാ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക്. ഉത്സവം തുടങ്ങിയിട്ട് ഞാനും മോളും കൂടി ഒരു ദിവസം പോയിരുന്നു. അന്ന് തന്നെ വിചാരിച്ചു ഉത്സവം കഴിയുന്നതിന് മുന്നേ ഇനിയും പോണെന്ന്. ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നുന്ന ഒരു ക്ഷേത്രമാണ് കൂടൽമാണിക്യം. 1000 വർഷത്തിലധികം പഴക്കമുള്ള ഭരതക്ഷേത്രം. താമരമാല, മീനൂട്ട് ഇതൊക്കെ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള വഴിപാടുകളാണ്. തുളസിയും തെച്ചിയും ഒക്കെ ഇവിടെ പൂജയ്ക്കെടുക്കുമെങ്കിലും അത് രണ്ടും ഈ കോമ്പൗണ്ടിൽ വളരില്ലാത്രേ. അതെന്താ അങ്ങനെ? അറിയുന്നവർ ഒന്ന് കമൻ്റ് ഇട്ടോളൂ ട്ടാ. ഉത്സവത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ നിറച്ചും ആനകളാ. വലിയ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആനകൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. എങ്ങോട്ട് തിരിഞ്ഞാലും ആന. ആനയുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും വേണ്ടല്ലോ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടാ, എൻ്റെ വീട്ടുകാരും എന്നെ അറിയുന്നവരും പറയുന്നതാ. ഞങ്ങളവിടെ എത്തിയപ്പോൾ പൂരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം പൂരമൊക്കെ കണ്ടു. അവസാനത്തെ മേളം അടിപൊളിയാ. പൂരം കഴിഞ്ഞ് ആനകളൊക്കെ ഫ്രീ ആയപ്പോൾ കുറച്ച് നേരം അടുത്ത് പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഈ വർഷത്തെ ഉത്സവം 18-ന് അവസാനിക്കും. ഇതുവരെ കൂടൽമാണിക്യം ഉത്സവം കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു ദിവസം പോയി കാണണം കേട്ടോ. ഉത്സവം കഴിയുന്നതിന് മുന്നേ എനിക്കൊരു വട്ടം കൂടി വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. കൂടൽമാണിക്യത്തിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.